നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ എന്നിവർക്കെതിരെ നടി അൻസിബ ഹസൻ നൽകിയ ഹർജിയിൽ ഇന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. മൂവർക്കുമെതിരെ കേസെടുക്കണമെന്നായിരുന്നു അൻസിബയുടെ ഹർജി. തൃപ്പൂണിത്തുറ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുക. പരാതിയിൽ കഴമ്പില്ലെന്നും പോലീസിന് വീഴ്ച ലഭിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി തൃക്കാക്കര ACP നേരത്തെ കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനെതിരെയാണ് പിന്നീട് കോടതിയിലേക്ക് നേരിട്ടെത്തിയുള്ള അൻസിബയുടെ നിയമനീക്കങ്ങൾ നടക്കുന്നത്. നവമി ദിനേശ് ചേരുന്നു. നവമി, വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പോലീസിൻ്റെ റിപ്പോർട്ട്. സ്വാഭാവികമായും പോലീസിൻ്റെ റിപ്പോർട്ടിൽ നേരത്തെ ന്യായീകരിക്കുന്ന പോലീസ് നടപടിയെ ന്യായീകരിക്കുന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക. പക്ഷേ കോടതിക്ക് മുന്നിലേക്ക് ഇത് എത്തുമ്പോൾ അത് അൻസിബ ഹസൻ്റെ വാദങ്ങൾ ശരിവെക്കുമോ എന്ന പ്രസക്തമായ കാര്യമുണ്ടോ? ഇന്ന് കോടതി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നിരീക്ഷണം നടത്താനുള്ള സാധ്യതയുണ്ടോ? ഇതുവരേക്കും കോടതി ഹർജി പരിഗണിച്ചിട്ടില്ല സജിത്ത്. ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് റിപ്പോർട്ട് ഏറെ നിർണായകമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കാരണം ആ റിപ്പോർട്ടിൽ തൃക്കാക്കര ACP ഈ പരാതിക്കാരിയെയും ആരോപണ വിധേയരായവരെ ഒക്കെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. അവരുടെയൊക്കെ വിശദമായ മൊഴിയെടുത്തു. അവരുടെ പക്കലിനുള്ള തെളിവുകൾ ശേഖരിച്ചു. അതിൽ നിന്നെല്ലാം കണ്ടെത്തിയ ഒരു നിഗമനമാണ് ഈ റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയതിലുള്ളത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അൻസിബ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്നാണ്. SI രേഷ്മ അൻസിബയെ വിളിച്ചു വരുത്തി മാനസിക പീഡനം നടത്തിയിട്ടില്ല. അത് അൻസിബ പറയുന്ന അനുസരിച്ച് 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി എന്നാണ്. പക്ഷേ അതിന്റെ തെളിവുകൾ, അതായത് ലക്ഷ്മിപ്രിയയും അൻസിബയും ഒന്നിച്ചിരുത്തിയാണ് SI രേഷ്മ മൊഴിയെടുത്തത്. അവർക്ക് പറയാനുള്ളതെല്ലാം പരസ്പരം സംസാരിച്ചു. അതേസമയം തന്നെയാണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷിനെയും ഫോണിൽ വിളിച്ചു കൊണ്ടായിരുന്നു SI രേഷ്മ സംസാരിച്ചത്. ആ ഒരു കോൾ റെക്കോർഡ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിന്റെ കയ്യിലുണ്ട്. അതിൽ കൃത്യമായി എത്ര നേരമാണ് ഇവരെ അവിടെ ചോദ്യം ചെയ്തത്, അവരുടെ മൊഴിയെടുത്തതെന്ന് വിശദമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1.5 മണിക്കൂർ മാത്രമേ അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുള്ളൂ എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നത് SI രേഷ്മയും അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയയും. ഈ തെളിവുകൾ, അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ അൻസിബ ആരോപിക്കുന്നതായിട്ടുള്ള പല കാരണങ്ങളും അല്ലെങ്കിൽ അൻസിബയുടെ പറയുന്നതിന്റെ തെളിവുകളൊന്നും തന്നെ അൻസിബയ്ക്ക് പോലീസിന് മുന്നിൽ ഹാജരാക്കാനും കഴിഞ്ഞിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഒരു വാക്കാൽ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നയാൾ ഇന്നടത്ത് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് പോലീസിനെ സംബന്ധിച്ച് അത് കോടതിയിൽ എത്തുമ്പോൾ പോലും തെളിവുകളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് കൃത്യമായി ഹാജരാക്കാൻ അൻസിബയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് തൃക്കാക്കര ACP പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിയിൽ കഴമ്പില്ല, ഇത് ഒത്തുതീർപ്പായ കേസാണ്, വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ കാര്യമില്ല എന്നൊരു റിപ്പോർട്ട് ACP കമ്മീഷണർക്ക് കൈമാറിയത്. എന്തായാലും ഈ റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് കോടതിയിലും സമർപ്പിക്കുക. കോടതിയുടെ നിരീക്ഷണം ഇനി ഏത് വിധത്തിലാകും? ഇനിയിപ്പോൾ ഇന്നൊരു ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയില്ല. പകരം ഒരു വാദമായിരിക്കും ഇതിൽ നടക്കുക. പോലീസിന്റെ റിപ്പോർട്ടൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും കോടതി അടുത്ത നടപടികളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ ഈ ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. സജിത്ത്, ഉച്ചയ്ക്ക് ശേഷം അൻസിബയുടെ ഹർജി പരിഗണിക്കും. അപ്പോൾ എന്ത് നടപടി എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. നവമി, ഇതിനിടയിൽ ഒരു കാര്യം കൂടി, ഈ അൻസിബ ഹസൻ്റെ നീക്കം, അവരുടെ ആക്ഷേപങ്ങൾ, അത് നേരത്തെ തന്നെ സംഘടനയ്ക്കുള്ളിലുള്ള ആളുകളുമായി നടത്തിയ പരാതികളും പ്രശ്നങ്ങളും ഒരു വശത്ത് നിൽക്കുന്നു. അതിന് പുറമെയാണല്ലോ ഈ നിയമനീക്കം. അമ്മ എന്ന സംഘടന തന്നെ ഈ അൻസിബയുടെ നീക്കത്തിൽ ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും അവരുടെ വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അൻസിബയെ കാത്തിരിക്കുന്ന വെല്ലുവിളി, കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായാൽ ഇനി സ്വന്തം സംഘടനയ്ക്കകത്തുള്ള നടപടിക്രമങ്ങളടക്കം എത്ര വലിയൊരു വെല്ലുവിളിയാണ് അൻസിബയെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത്? തുടർ നീക്കങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കാം? സജിത്ത്, 21-ാം തീയതിയാണ് അമ്മ ജനറൽ ബോർഡിൽ ചേരുന്നത്. അന്ന് ഈ വിഷയങ്ങളൊക്കെ ഉയരും. അതിൽ വലിയൊരു പൊട്ടിത്തെറി സംഘടനയ്ക്കുള്ളിൽ ഉണ്ടാകും, ജനറൽ ബോർഡ് യോഗത്തിലുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ലക്ഷ്മിപ്രിയ തന്റെ പക്കലുള്ള തെളിവുകളടക്കം സംഘടനയിൽ സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അൻസിബയെ കേൾക്കുന്നതിന് വേണ്ടി അമ്മ അൻസിബയ്ക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു തീയതിയിൽ വരാൻ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും അൻസിബ പറഞ്ഞ ആളുകൾ കമ്മിറ്റിയിലില്ല, അല്ലെങ്കിൽ തന്റെ പരാതി കേൾക്കുവാൻ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഉള്ളത് തനിക്ക് അവർക്ക് മുന്നിൽ പരാതി പറയാൻ കഴിയില്ല എന്ന അൻസിബയുടെ നിലപാടാണ് പിന്നെ സംഘടനയിൽ പോലും ഈ വിഷയം കേൾക്കാതിരുന്നത്. പക്ഷേ നിയമപരമായി അൻസിബ മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാലും ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അൻസിബ കുറിക്കുകയും ചെയ്തു. അതിൽ പോലീസിനെതിരെയും രൂക്ഷ വിമർശനമുണ്ട്. അത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെ ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. അതിൽ പറയുന്നത് നീതിയുടെ കിരണങ്ങൾ അകലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻസിബ
പോസ്റ്റ് തുടങ്ങുന്നത്. അതിൽ പോലീസിന്റെ ഈ നടപടികളിലൊക്കെ വളരെ പ്രഹസനമായിട്ടാണ് തോന്നുന്നത്. പലപ്പോഴും കേസെടുക്കാതെ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെയാണ് ആരോപണ വിധേയരുടെ മൊഴിയൊക്കെ പോലീസിന് എടുക്കാൻ കഴിയുന്നത് എന്നൊക്കെയാണ് അൻസിബ അതിൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ ആരോപണ വിധേയരായിട്ടുള്ളവരുടെ രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയ സ്വാധീനവും ഈ ഒരു കേസിനെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയവും ഇത്തരത്തിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നു എന്നാണ് അൻസിബയുടെ വിശദീകരണം. എന്തായാലും സംഘടനയിൽ നിലവിൽ ഇനിയിപ്പോൾ അൻസിബയുടെ പരാതി കേൾക്കുന്നതിനോ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. പകരം 21-ാം തീയതി ചേരുന്ന ജനറൽ ബോഡി യോഗത്തിലായിരിക്കും ഈ വിഷയം ചർച്ച ചെയ്യുക. നിലവിൽ അൻസിബ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ല. അത് രാജിവെച്ച ശേഷമാണ് ഈ ആരോപണങ്ങളും നിയമ പോരാട്ടങ്ങളുമായിട്ടൊക്കെ അൻസിബ ഇറങ്ങിയത്. ഇനിയിപ്പോൾ സംഘടനയിൽ അൻസിബ ഇനി ഏതെങ്കിലും തരത്തിലുള്ള അവമതിപ്പുണ്ടാക്കിയോ, പൊതുസമൂഹത്തിന് മുന്നിൽ അംഗങ്ങളെ മോശമായി ചിത്രീകരിച്ചെങ്കിൽ മറ്റു തരത്തിലുള്ള നടപടികൾ സംഘടനയിൽ ഉണ്ടാകുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അൻസിബ ഹസൻ നിയമ പോരാട്ടത്തിലാണ്. ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണനയ്ക്കെടുക്കുമെന്ന് കരുതാം. ഇതിനിടയിൽ പോലീസിൻ്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും നീക്കം. അൻസിബയ്ക്ക് ആക്ഷേപങ്ങൾ തള്ളുന്ന രീതിയിലുള്ള പോലീസ് റിപ്പോർട്ട് തന്നെ കോടതി ശരിവയ്ക്കുമോ, അതല്ല മറിച്ചൊരു നീക്കമുണ്ടാകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട നീക്കം പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.